ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാക്നാമെൻ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CGL CHSL 2027 മെയിൻസിന് വേണ്ടിയുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഡേ ആണ്, ഡേ 2 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഡേയിൽ CGL 2024 പ്രിലിംസിൽ ചോദിച്ച അടിപൊളിയായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ റെസ്പോൺസ്, കമൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ മാക്സിമം പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും മാക്സിമം ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു CGL മെയിൻസിൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. എന്തായാലും അത്യാവശ്യം കാരണങ്ങൾ കൊണ്ടാണ് ഒരു ദിവസം എനിക്ക് ക്ലാസ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ഡെയിലി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇടുമെന്ന് പറയാത്തത്. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും ഒരു ക്ലാസ് വെച്ച് തരണമെന്നാണ്. ബാക്കി ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും സ്ട്രാറ്റജി വീഡിയോ കാണും. സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ട് അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഇല്ല എന്ന് പറയാതെ ഉള്ള ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാനലാണ്. എല്ലാവർക്കുമായിട്ട് നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിലിംസിന് വന്നിട്ടുള്ള ഒരു റേസിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേർക്ക് കിട്ടാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അതുൽ ഗീവ്സ് വിഷ്ണു എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 20 seconds in a 900 meter race and beats him by 135 meter. While running in the same race again, Adul gives a start of 180 meter and beats him by 8 seconds. In how much time can Vishnu complete the full race in 900 meter? അപ്പോൾ ഇത് ആ എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു പ്രഷറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നത് എന്താ, അതുൽ വിഷ്ണുവിന് ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നു 20 സെക്കൻഡ്. അതായത് അതുൽ നിന്നിട്ട് അല്ലെങ്കിൽ വിഷ്ണു ഓടിയിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതുൽ ഓടുന്നുള്ളൂ 900 മീറ്റർ റേസിൽ. പക്ഷേ എന്നിട്ടും 135 മീറ്ററിന് എന്ത് ചെയ്യുന്നു, ആര് ജയിക്കുന്നു? നമ്മളുടെ അതുൽ, ആ പിറയിൽ നിന്നവൻ ജയിക്കുന്നു. അതായത് പിറയിൽ നിന്നവനല്ല, ഫസ്റ്റ് ഓടിയവൻ തോക്കുന്നു. വിഷ്ണുവാണ് ഫസ്റ്റ് ഓടിയത്, 20 സെക്കൻഡ് കഴിഞ്ഞ് ഓടിയ അതുൽ എന്നിട്ട് 135 മീറ്ററിന് എന്ത് ചെയ്യുന്നു, ജയിക്കുന്നു. അതായത് 20 സെക്കൻഡിൽ അതുലിന് ഉണ്ടാവുന്ന അവിടുത്തെ മാർജിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 135 മീറ്ററിൻ്റെ മാർജിനാണ്. വൈൽ റണ്ണിങ് ഇൻ ദ സെയിം റേസ് സെക്കൻഡ്, അതായത് 900 മീറ്റർ തന്നെയാണ് ഓടുന്നത്. അതുൽ എന്ത് ചെയ്യുന്നു, 189 മീറ്റർ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഗീവ്സ് എ സ്റ്റാർട്ട് ഓഫ് 189 മീറ്റർ. അതായത് ഈ 135 എന്നുള്ളത് ആ ഡിഫറൻസ് എത്ര ആക്കി? 189 ഡിഫറൻസ് ആക്കി. അപ്പോൾ 135 ഡിഫറൻസ് 189 ആക്കി. ആൻഡ് ബീറ്റ്സ് ഹിം ബൈ 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 20 സെക്കൻഡിന് വരെ ഇപ്പോൾ ഡിഫറൻസ് എത്ര ആയി? 8 സെക്കൻഡ് ഡിഫറൻസ് ആയി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത് ഇവിടുന്ന് തിരിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ 20 സെക്കൻഡ് ഉണ്ടായിരുന്ന ടൈം ഇവിടെ 8 സെക്കൻഡ് ആയി. ആരുടെ? നമ്മളുടെ വിഷ്ണുവിൻ്റെ കാര്യം തന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ വിഷ്ണുവിന് 12 സെക്കൻഡ് വിഷ്ണുവിന് ഉണ്ടായ ചേഞ്ച് എത്രയാണ്? 135 189. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 54 അല്ലേ? 50 കൂട്ടുമ്പോൾ 187 54. അപ്പോൾ 54 മീറ്ററാണ് ഇവന് 12 സെക്കൻഡിൽ എന്ത് സംഭവിച്ചത്? ചേഞ്ച് സംഭവിച്ചത്. ഇപ്പോൾ 12 സെക്കൻഡ് മാറിയപ്പോൾ ഇവിടെ 54 മീറ്ററിൻ്റെ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ സ്പീഡ് 54/12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് 9 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 6 വെച്ച് കിട്ടുമ്പോൾ 9/2 കിട്ടും. അപ്പോൾ 9/2 മീറ്റർ സെക്കൻഡ് ആണ് നമ്മുടെ വിഷ്ണുവിൻ്റെ സ്പീഡ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? 900 മീറ്റർ ഓടാൻ വേണ്ടി എത്ര സമയം എടുക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. 900/9/2. ഇതൊക്കെ പേനെടുക്കുക ചെയ്യാം. 100 × 2, അതായത് 200 സെക്കൻഡ് എടുക്കും ആർക്ക്? നമ്മുടെ വിഷ്ണുവിന് ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ 200 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 മിനിറ്റും 20 സെക്കൻഡ്. 3 മിനിറ്റ് 180 സെക്കൻഡാണ്. 3 മിനിറ്റ് ബൈ 60 ചെയ്താൽ മതി. 3 മിനിറ്റും 20 സെക്കൻഡും ഓപ്ഷൻ എ കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ കൺസെപ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് ചെയ്യും. ഇത് വലിയ റേസിൻ്റെ കൺസെപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഒന്ന് അറിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റെക്ടാങ്കുലർ കോർട്ട്യാർഡ്. ഇത് 4 മീറ്റർ 95 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 495 സെൻറ്റിമീറ്റർ ലോങ്ങും 16 മീറ്റർ 65 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അതായത് 1665 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുള്ള ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡാണ്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ടു ബി പേവ്ഡ് വിത്ത് ദ സ്ക്വയർ ടൈൽസ് ഓഫ് സെയിം സൈസ്. അതായത് സെയിം സൈസ് ഉള്ള സ്ക്വയർ ടൈൽ കൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ പേവ് ചെയ്യണം, അതായത് ഇതിനകത്ത് ഇടണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 495 ലെങ്തും ഇതായിക്കോട്ടെ, 1665 ഇതുവാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ? സെയിം സൈസുള്ള സ്ക്വയർ ടൈലും ഉണ്ട്. അതായത് ഇങ്ങനെ ടൈലിടുവാണ്. ഇവിടെ ഇങ്ങനെ ടൈലിടുവാണ്. ടൈലിട്ട് എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് ഫുള്ളാക്കും. ഇങ്ങനെ ടൈലിടും. ഈ ഒരു സൈഡ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് സ്ക്വയർ ടൈൽസ്. ഇവിടെ ഈ ലീസ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് സ്ക്വയർ ടൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര കുറച്ച് ടൈലിടാൻ പറ്റും. സോ ദാറ്റ് ഇതെന്ത് ചെയ്യണം? ഇത് കറക്റ്റായിട്ടിരിക്കണം, ഒന്നും അധികം വരരുത്. എല്ലാ ടൈലും എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം ഫിറ്റായിട്ടിരിക്കണം. അപ്പോൾ എല്ലാ ടൈലും ഫിറ്റായിട്ടിരിക്കണം. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കേ. എല്ലാ ടൈലും ഫിറ്റായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ടൈലിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ആ ടൈലിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? രണ്ടിലും ഫിറ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഇതിലും ഈ ഒരു ബ്രെഡ്ത്തിലും ഈ ഒരു
ലെങ്തിലും എന്താവണം ഫിറ്റ് ആവണം. കാര്യം രണ്ടിൻ്റെയും കോമൺ, ഇതിലും ഫിറ്റ് ആയിട്ടിരിക്കണം, ഇതിലും ഫിറ്റ് ആയിട്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്ക്വയർ ടൈലിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തത്? അങ്ങനെ ആകുമ്പോഴേ നമുക്ക് മിനിമം നമ്പർ ഓഫ് ടൈൽ കിട്ടത്തുള്ളൂ, ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽ കിട്ടത്തുള്ളൂ. അതായത് മാക്സിമം വെക്കാൻ പറ്റുന്ന മാക്സിമം സൈസിലുള്ള ടൈല് വെക്കണം, എങ്കിലേ നമുക്ക് ഏറ്റവും കുറച്ച് ടൈലിൽ പണി തീർക്കാൻ പറ്റത്തുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് എന്തുകൊണ്ടാണ്, വെറുതെ കോമൺ എടുക്കാൻ എന്തുകൊണ്ടാണ്, നമുക്ക് ലീസ്റ്റ് നമ്പർ ഏറ്റവും കുറച്ച് ടൈലിൽ എന്ത് ചെയ്യണം, പണി തീർക്കണം. അപ്പോൾ ഇതിൻ്റെ HCF കണ്ടുപിടിക്കണം. എൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 495 1665 നോർമലായിട്ട് ഡിഫറൻസ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾ വലിയ നമ്പറിനെ അങ്ങനെ എടുക്കാം. HCF LCMൻ്റെ ക്ലാസ്, ഏകലവ്യ ക്ലാസ് ഉണ്ട്, അടിപൊളിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ് 3 മണിക്കൂറിന് 3 ക്ലാസ് ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എവിടെ നിങ്ങൾ LCM HCF പോകേണ്ട ആവശ്യമില്ല, അത് പോയി കാണുക കേട്ടോ. മെയിൻസിനാന്ന് പറഞ്ഞ് ഏകലവ്യ ബാച്ച് കാണാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1600 ആ മെത്തേഡൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ക്ലാസ്സിൽ. 1665/495. അപ്പോൾ എത്ര വരും? എത്ര വട്ടം പോകും? 3 വട്ടം പോകും. 3 വട്ടം പോകുമ്പോൾ 1200. 3 വട്ടം പോകുമ്പോൾ നമുക്ക് 500 × 3 1500. ബാക്കി 15 കുറയും 500 നിന്ന് 1000. ഇത് ചിലപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മെത്തേഡ് പഠിക്കുക. വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. 3 വട്ടം പോകും 1485. 1485 1665 നമ്മളുടെ ശിഷ്ടം നോക്കുക. റിമൈൻഡർ 15 കിട്ടുമ്പം 1500. ബാക്കി 65 165. 165 15 180 അല്ലേ? 180 വരുന്നത് 180. അപ്പോൾ 180 ആണ് ഡിഫറൻസ്. ആ റിമൈൻഡർ എടുത്ത് എന്ത് ചെയ്യും, അടുത്ത ഡിവൈസർ ആക്കും. ഈ മെത്തേഡ് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഡിവൈസർ എടുത്ത് ഡിവിഡൻഡ് ആക്കും. 495 എന്നിട്ട് 180 2 വട്ടം 360. എത്ര വരും? 135. ഇനി 180 എടുത്ത് ഇവിടെ എഴുതും. 135 ഒരു വട്ടം. ബാക്കി 40 ഒരു വട്ടം 45. 45 135 കംപ്ലീറ്റ് ആയിട്ട് പോകും. അതായത് ഇവിടുത്തെ HCF എന്താണ്? 45 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഏകലവ്യ ബാച്ച് കണ്ടിട്ട് ഈ ഒരു മെത്തേഡ് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ 45 ആണ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ടൈലിൻ്റെ സൈഡ് 45 ആണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഒരു ടൈലിൻ്റെ ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു ടൈലിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡിൻ്റെ സൈഡാണ് 45 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടൈലിൻ്റെ ഏരിയ, ഒരു ചെറിയ ടൈലിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഒരു ചെറിയ ടൈലിൻ്റെ ഏരിയ. അങ്ങനെ ആകുമ്പോൾ എത്ര നമ്പർ ഓഫ് ടൈൽ കിട്ടുമെന്ന് പറയാൻ പറ്റും. അത് അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? ഇനി 45 വെച്ച് കിട്ടുമ്പോൾ 11 ആണ്. ഓക്കെ, 10 450 45. അപ്പോൾ ആൻസർ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതുണ്ട്? ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 15 7. 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 11 8. ഒരിക്കലും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ, 11ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. കാൽക്കുലേഷൻ നിർത്താം. വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാൽക്കുലേഷൻ കഴിഞ്ഞു. 3 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതെങ്ങനെ? ഇത് 3 വട്ടം പോകും. ബാക്കി നോക്കിയാൽ 30 സംതിങ് വരും. എന്നിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 30 നോക്കിയാൽ മതി. 30 33 എന്തോ വരും. 33 നോക്കിയാൽ മതി. 3 ആകുമ്പോൾ 135. 31 315 45 9 വട്ടം. 9 വട്ടം 9 വട്ടം അല്ലേ? 9 അല്ലേ വരുന്നത്? 3 ആകുമ്പോൾ 145. പിന്നെ 21 215. 41 ഗുണം 7 ആണ്. 7 ആണ്. അതെ, എത്ര വരുന്നത്? 370 37. കറക്റ്റാണ് 37. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 495 ഇൻറ്റു 1665 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 407 ഗുണം 45 ഗുണം 45. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ടൈലിൻ്റെ ഏരിയ 45 ഗുണം 45. അതേ ഗുണം 407 ടൈൽ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ ഈ കാൽക്കുലേഷൻ ചെയ്തോളാം, ഈ കൺസെപ്റ്റ് പഠിച്ചോളാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനി റിപ്പീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ സൈൻ ക്യൂബ് എക്സ്. ഇതെല്ലാം പ്രിലിംസിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു കീ വന്നപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് കോസ് എക്സ് ആണ്. എ സൈൻ എക്സും ബി കോസ് എക്സും ഈക്വൽ ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്രൊവൈഡഡ് ദാറ്റ് എക്സ് ഈസ് നെയ്തർ 0 or 90. 0 അല്ല 90 അല്ല. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എ സൈൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? ബി കോസ് എക്സ്. അതെടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് വരും അല്ലേ? എ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ആണ് എ സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ എ സൈൻ എക്സിന് വരും ബി കോസ് എക്സ് കൊടുത്തു. ഇവിടെ ഒരു ബി കോസ് എക്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ബി കോസ് കോമൺ എടുത്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബി കോസ് ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ ബി കോസ് കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ എ സൈൻ എക്സ് കോമൺ എടുക്കുക തന്നെയാണ്. അപ്പോൾ ബാക്കി എന്ത് വരും? ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഇവിടെ എന്ത് വരും? ബി കോസ് എക്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ് ആണ്. സൈൻ കോസ് എഴുതി. ഇതും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. ഇവിടുത്തെ കോസും പോയി. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. ബിയുടെ വാല്യൂ സൈൻ എക്സ് ആണെങ്കിൽ ഇവിടെ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു എ സൈൻ എക്സ് കിട്ടും. സൈൻ എക്സും സൈൻസും പോയി. എയുടെ വാല്യൂ എന്ത് കിട്ടും? കോസ് എക്സ് കിട്ടും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1 ആൻസർ കിട്ടും. ഓപ്ഷൻ 3 നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഗിവൻ ഫിഗർ എം എന്നും ഇതും എന്താണ്? പാരലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതും എന്താണ്? സിമിലാരിറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു
എം എൻ എന്ന് പറഞ്ഞ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണ്. ഓക്കെ, എം എൻ 1/3 ഓഫ് ക്യു ആർ. അപ്പോൾ ക്യു ആർ 3 ആണെങ്കിൽ എം എൻ 1 ആണ്. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എം എൻ 20 ആണ്. പി എം എൻ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എം എൻ ആർ? എം എൻ ആറിൻ്റെ ഏരിയ നമുക്ക് വേണം. ഓക്കെ, എം എൻ ആറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൻസർ 20, 30, 40, 50 ഇങ്ങനെയാണെന്ന് വെച്ചു. യെസ്, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, അതെല്ലാം കിട്ടുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടി? 20 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ 20 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, എം എൻ 1/3 ക്യു ആർ. വാട്ട്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എം എൻ 20 ആണ്. അപ്പോൾ ഇത് 1/3 ക്യു ആർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 3, 9 ആണ്. അപ്പോൾ ബാക്കി ഇത്ര ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 20ൻ്റെ 1ൻ്റെ വാല്യൂ ആണ് 20 പി എമ്മിൻ്റെ ഏരിയ. അങ്ങനെയാണ് വാട്ട്സ് ഏരിയ എം എൻ ആർ ആണ്. ഓക്കെ, അപ്പോൾ 8ൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? യെസ്, 1ൻ്റെ വാല്യൂ 20 ആണെങ്കിൽ 8ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 160 കിട്ടും. 160 കിട്ടും. എം എൻ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതൊരു ട്രപ്പീസിയം പോലാണ്. ട്രപ്പീസിയത്തിൻ്റെ ഓക്കെ രണ്ടായിട്ട് മാറ്റണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു. ഇപ്പം അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. യെസ്, അടുത്ത് 2x + 1/3xൻ്റെ വാല്യൂ 4 ആണ്. വാട്ട് ഈസ് വാല്യൂ ഓഫ് ദിസ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2x + 1/4xനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് x² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 132 ഡിവൈഡ് ബൈ മേളിലും താഴെ 36x² - 66 + 1/x² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 36 ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാലോ? 2x + 1/3xനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാലോ? യെസ്, അല്ലാതെ എന്ത് വഴിയുണ്ടോ എന്ന് ചെയ്ത് നോക്കേ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഇതേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. സ്ക്വയർ ചെയ്യുമ്പോൾ 4x² + 1/9x². ഓൾജിബ്രയുടെ ഒക്കെ ക്ലാസ് ഒറിജിനൽ ബാച്ചിലുണ്ട്. 16 മൈനസ് വരും. 2x × 3x 2 × 2/3 എന്ന് വരും. അതായത് 48 - 47/3 വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 4x² + 1/9x². അതിൻ്റെ വാല്യൂ നമുക്ക് 44/3 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 132 36x⁴. ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാത്തും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 4x² ആവും. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/9x² ആവും. ഇവിടെ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് എത്തിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 132/9 ഡിവൈഡഡ് ബൈ 36/9 എന്ന് പറയുമ്പോൾ 4x². 1/9x². അതിൻ്റെ വാല്യൂ നമുക്ക് 44/3 തന്നിട്ടുണ്ട്. -66/3 കിട്ടും. നമുക്ക് എന്ത് കിട്ടും? 132/3 47/3 കൊടുക്കാം. ഇത് നമുക്ക് 66/9 ആണ് കേട്ടോ. 66/9 ആണ് എന്ന് പറഞ്ഞാൽ 22/3 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബൈ 22/3. അപ്പോൾ 3 പോയി 47/22 രണ്ടെന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് ഹോംവർക്കായിട്ട് പറയാം. നമ്മുടെ മെയിൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സെയിം ടൈപ്പാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ആൻസർ ചെയ്തെങ്കിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 5-6 ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ക്ലാസ്സുകൾ തരാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടരുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസവും കളയാതെ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് പഠിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ട്രാറ്റജി വീഡിയോ അത്ര ഡീറ്റെയിൽ ആയിട്ട് തരുന്നത്. എനിക്ക് ക്ലാസ് തരാൻ പറ്റാത്തതുകൊണ്ടാണ്, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.